അതത്ര. ഹായ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇടയിൽ ഈ പുതിയ തലമുറകൾ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്? ഇപ്പൊ എനിക്ക് പേഴ്സണലി 25 വയസ്സായി. പക്ഷെ 25 വയസ്സിൽ ഞാൻ എന്ത് ചിന്തിച്ചോ, അല്ലെങ്കിൽ വേണ്ട, എന്റെ 20-ാമത്തെ അല്ലെന്നുണ്ടെങ്കിൽ 15-ാമത്തെ വയസ്സിൽ ഞാൻ എന്തൊക്കെ ചിന്തിച്ചോ അതേ കാര്യങ്ങളാണോ ഇപ്പോ ഈ പ്രായത്തിലുള്ള 15 വയസ്സുള്ള പിള്ളേര് ചിന്തിക്കുന്നത്? എനിക്കിപ്പോ 15 വയസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യങ്ങളല്ല ഇപ്പോഴത്തെ 15 വയസ്സുള്ള പിള്ളേര് ചിന്തിക്കുന്നത്. എന്റെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശിയോ 15 വയസ്സിൽ ചിന്തിച്ച കാര്യങ്ങളല്ല ഇപ്പോ ഉള്ള തലമുറയ്ക്ക്. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കൂടി കഴിയില്ല. അപ്പോ ഈ ഒരു പാറ്റേൺ ഉണ്ടായി വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ പാറ്റേണിന്റെ ആ ഒരു സ്ട്രക്ചർ എത്ര സ്പീഡായിട്ടാണ് മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ മെറ്റൽ ഏജ് ഒക്കെ വന്ന സമയത്ത് ആ ഒരു സ്റ്റോൺ ഏജിലെ ആദ്യത്തെ ആ ഒരു ഹാൻഡി ടൂള് അത് ഏകദേശം ഒരു 100,000 അല്ലെങ്കിൽ 1,000,000 വർഷങ്ങളൊക്കെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ ആ ഒരു പ്രാചീന മനുഷ്യര് ആ ടൂള് തന്നെ യൂസ് ചെയ്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് സർവൈവ് ചെയ്ത് ഇങ്ങനെ വന്നത്. അതിൽ നിന്ന് പിന്നെ മെറ്റൽ ഏജ് വന്നു. അതിൽ നിന്ന് ഓരോ ടൂളുകൾ, ആക്സ് അല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ടൂള് കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് സർവൈവ് ചെയ്ത് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് ആ മെക്കാനിസം കോപ്പി ചെയ്ത് വന്ന ആൾക്കാരൊക്കെ സർവൈവ് ചെയ്തു. അങ്ങനെ ജീവിച്ച് കുറെ പേര് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ടൂൾ, ഇപ്പൊ മനുഷ്യന്റെ തല വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഇപ്പോഴത്തെ കുറെ ടൂള്, അതിൽ ഏറ്റവും വലിയ ഒന്നാണ് ഇപ്പൊ ഈ മൊബൈൽ ഫോൺ അല്ലേ. പണ്ടത്തെ ടെലിഫോണിൽ നിന്ന് മാറി പിന്നെ കമ്പ്യൂട്ടേഴ്സ് വന്നു, പിന്നെ മൈക്രോ ചിപ്പുള്ള കമ്പ്യൂട്ടേഴ്സ് വന്നു, പിന്നെ നല്ല പ്രോസസ്സേഴ്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നുള്ള പിന്നെ മെമ്മറീസ് കൂടി വന്നു. പണ്ടത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിലെ എത്ര ഡാറ്റാസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡാറ്റാസ്. അല്ലെന്നുണ്ടെങ്കിൽ 2G നെറ്റ്വർക്ക് ഒക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഒരു ദിവസം എടുത്തൊരു കാര്യം പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിപ്പോ ഒറ്റ സെക്കൻഡിൽ പഠിക്കാൻ പറ്റുന്ന പോലെയായി. അപ്പോ ആ ഒരു ടൂളിന്റെ ഫാസ്റ്റ്നെസ് അത് എത്രത്തോളം ആണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ എത്ര വർഷം കൂടുമ്പോ, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കൊല്ലങ്ങൾ കൂടി കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു പ്രൊസസേഴ്സിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജിയിലെ വ്യത്യാസങ്ങൾ എത്ര പെട്ടെന്നാണ് വരുന്നത്. ഇപ്പോ 2000-ലോ അല്ലെങ്കിൽ 90-കളിലോ ജനിച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും എത്ര പെട്ടെന്ന്. കാരണം അവർ ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു കമ്പ്യൂട്ടർ യുഗം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു വ്യത്യാസം വന്നു. അത് കഴിഞ്ഞിട്ട് ഈ മൊബൈൽ യുഗം വന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു പെട്ടെന്നുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഇപ്പോ അച്ഛനോ അമ്മയൊക്കെ ആയ ആൾക്കാർക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും അവരുടെ പിള്ളേരെ അല്ലെന്നുണ്ടെങ്കിൽ ടേക്ക് കെയർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ പിള്ളേരുടെ ആ ഒരു ജീവിതം ഇങ്ങനെ വളർച്ച കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവൂലേ എത്രത്തോളം വ്യത്യാസമുണ്ട് പണ്ടത്തെ ആ ഒരു ജീവിത രീതിയിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മൾ ജീവിച്ചു വന്നിരുന്ന ആ ഒരു സ്ട്രക്ചറിൽ നിന്നൊക്കെ എത്ര വ്യത്യാസമാണ്. ഇപ്പോഴത്തെ പിള്ളേർ എത്രത്തോളം ഇന്റലിജന്റ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ടെക്നോളജി വളർന്നു വരുന്നത് ശരിക്കും നല്ലതാണ്. പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം നല്ലതാണ് ഹ്യൂമൻസിന് എന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം നല്ലതാണെന്ന്. ഈ കല്ലുകുത്തി മനുഷ്യൻ ജീവികളെ കൊന്ന് തിന്നാനും അല്ലെങ്കിൽ മത്സ്യങ്ങളെ പിടിക്കാനും പരസ്പരം വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുകൊണ്ട് തന്നെ കുത്തിക്കൊല്ലാനും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ ടൂളിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി മനുഷ്യൻ നിൽക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ നല്ല രീതിയിൽ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇനിയും എങ്ങോട്ട് എത്രത്തോളം മുന്നോട്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലേക്ക് എത്തുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആലോചിക്കാൻ കൂടെ വയ്യ, അതിന്റെ അപ്പുറത്തേക്കാണ് അതിന്റെ രീതികളൊക്കെ പോകുന്നത്. ഇനിയുള്ള ആ ഒരു ജനനങ്ങളും മരണങ്ങളും എല്ലാം കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പുതിയ തലമുറ എന്ന് കാണുമ്പോൾ ശരിക്കും നമുക്ക് കൗതുകമാണ്. അതെങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി.